വിദേശത്തു നിന്ന് കോടിക്കണക്കിന് രൂപ ഫണ്ട് വാങ്ങി രാജ്യത്ത് അനധികൃതമായി മതപരിവർത്തനം നടത്തി വന്ന പാസ്റ്റർ ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലായിരിക്കുകയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കെന്ന വ്യാജേന അമേരിക്കയിൽ നിന്ന് ഫണ്ട് ഇറക്കി രാജസ്ഥാനിലെ പാവപ്പെട്ടവരെയും ഗിരിവർഗക്കാരെയും കൂട്ടത്തോടെ മതം മാറ്റാൻ ശ്രമിച്ച പാസ്റ്ററുടെ വീട്ടിലാണ് ഇഡി കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധന നടത്തിയത്. വിദേശ ഫണ്ടിങ്ങിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങളിലേക്ക്. ജയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് മിനിസ്ട്രിയുമായി ബന്ധമുള്ള പാസ്റ്റർ രവി മോഹൻ പഹാഡിയെയാണ് ഇപ്പോൾ ഇഡിയുടെ വലയിലായിരിക്കുന്നത്. യാതൊരുവിധ FCRA രജിസ്ട്രേഷനും ഇല്ലാതെ കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ വിദേശത്ത് നിന്ന് കടത്തിയത്. പ്രധാനമായും തോമസ് യുജീൻ ലിഞ്ച് എന്ന അമേരിക്കൻ പൗരനിൽ നിന്ന് മാത്രം 2.34 കോടി രൂപ ഇയാൾ കൈപ്പറ്റിയതായി അന്വേഷണത്തിൽ വ്യക്തമായി. മൊത്തം 2.88 കോടി രൂപ ഇയാൾ അനധികൃതമായി അക്കൗണ്ടിൽ എത്തിച്ചതായതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ബിസിനസ് ആവശ്യങ്ങൾക്കും കുടുംബത്തിന്റെ ചെലവുകൾക്കും എന്ന വ്യാജേന കൊണ്ടുവന്ന ഈ പണം മുഴുവൻ ഉപയോഗിച്ചത് ജയ്പൂരിലെയും രാജസ്ഥാന്റെ മറ്റു മേഖലകളിലെയും പാവപ്പെട്ട SC/ST വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് മതപരിവർത്തനം നടത്താനായിരുന്നു. വിദേശ പൗരന്മാരുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന പാസ്റ്റർ പഹാഡിയ അവരുടെ കൃത്യമായ അജണ്ടയും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഗ്രാമങ്ങളിൽ മതപരിവർത്തന പരിപാടികൾ സംഘടിപ്പിച്ചത്. പാവപ്പെട്ടവരെ മതം മാറ്റാൻ വിദേശത്തു നിന്ന് കിട്ടിയ കോടികൾ ഉപയോഗിച്ച് ഇയാൾ സ്വന്തം പേരിൽ വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ആഡംബര വിദേശ യാത്രകൾ നടത്തുകയും ചെയ്തു. ഇയാളുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും സുപ്രധാന സാമ്പത്തിക രേഖകളുമാണ് കേന്ദ്ര ഏജൻസി പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ട് വിദേശ ഫണ്ടുകൾ ഒഴുകുന്നത് കർശനമായി തടയാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ പുതിയ FCRA നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വിദേശ ഫണ്ട് വാങ്ങി മതം മാറ്റുന്നവർക്കെതിരെ അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുന്നത്. സേവനമെന്ന വ്യാജേന പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് നടത്തുന്ന ഇത്തരം മതപരിവർത്തന മാഫിയകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് ഇഡി ഇപ്പോൾ നൽകുന്നത്. രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ച് വിദേശ ഫണ്ടുകൾക്കായി ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഇഡി റെയ്ഡ്. ന്യൂസ് ഡെസ്ക് മലയാളം.